നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ ആയത്തുള്ള അലി ഖമേനി മരണപ്പെട്ട സ്ഫോടനത്തിൽ മകൻ മുജ്തബ ഖമേനിയും കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ആയത്തുള്ള ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മകൻ മുജ്തബയെ ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു ഇറാൻ ജനത. പക്ഷെ അന്ന് മുതൽ ഈ നിമിഷം വരെയും പൊതുജനത്തിന് മുന്നിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ മുജ്തബ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ പരിക്കോ അല്ലെങ്കിൽ മരണമോ വരെ സംഭവിച്ചിരിക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ പടർത്തിയെങ്കിലും സ്ഥിരീകരണങ്ങളും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിൽ ചില സത്യങ്ങൾ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പോലും പുതിയ പരമോന്നത നേതാവില്ല. ഇറാനിൽ എന്താണ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് മുജ്തബയുടെ ഈ ഒളിച്ചുകളി? അധികാരത്തിന്റെ ഹൃദയഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നത് സുരക്ഷാ ഭീഷണിയാണോ, അതോ ലോകം ഇതുവരെ അറിയാത്ത മറ്റെന്തെങ്കിലും യാഥാർത്ഥ്യം അതിലുണ്ടോ? ലോകത്തിന്റെ കണ്ണുകൾ ഇന്ന് പശ്ചിമേഷ്യയിലേക്കാണ്. ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങ് എന്നത് ദേശീയ ദുഃഖാചരണത്തിന്റെ മാത്രമല്ല, അധികാരത്തിന്റെ തുടർച്ച ലോകത്തിന് മുന്നിൽ പ്രകടമാക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വേദി കൂടിയാണ്. എന്നാൽ ഇറാനിൽ സംഭവിക്കുന്നത് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. പിതാവും മുൻ പരമോന്നത നേതാവുമായ അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക വിശദീകരണം സുരക്ഷാ ഭീഷണിയാണ്. എന്നാൽ ആ വിശദീകരണം ഇറാനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത്. കാരണം ഏതൊരു രാജ്യത്തും പരമോന്നത നേതാവിന്റെ ആദ്യത്തെ പൊതുസഭയിലെ പ്രത്യക്ഷപ്പെടൽ അദ്ദേഹത്തിന്റെ അധികാരത്തിന്, ജനങ്ങൾക്കും ലോകത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമായിരിക്കും. അത്തരമൊരു നിർണായക നിമിഷത്തിൽ പോലും അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ എത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് വെറും സുരക്ഷാ ആശങ്ക മാത്രമാണോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുകയാണ്. ഇസ്രയേലുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നാണ് വിവരം. ഇന്ത്യയിലെ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായ ആയത്തുള്ള ഹക്കീം ഇന്ത്യ ടുഡേക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇറാനിലായിരുന്നു. അവിടെ വെച്ച് മുജ്തബ ഖമേനിയെ കണ്ട ചില സുഹൃത്തുക്കളെ കണ്ടു. അദ്ദേഹം പുറത്തു വരാനും ജനങ്ങളെ കാണാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ല. അദ്ദേഹം പുറത്തു വരുന്നത് വളരെ അപകടകരമാണെന്നും അദ്ദേഹത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തേക്ക് വരില്ല എന്നാണ് എന്റെ തോന്നലെന്നാണ് ഹക്കീം പറഞ്ഞു വെച്ചത്. 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ നടത്തിയ ശേഷമാകും ഖമേനിയുടെ ഖബറടക്കം. വിലാപയാത്രയിലടക്കം നിയന്ത്രണങ്ങൾ ഉണ്ടാവും. 3 ദിവസം മൃതദേഹം ടെഹ്റാനിൽ പൊതുദർശനത്തിന് വെക്കും. ശേഷം ഷിയ പുണ്യ നഗരങ്ങളിലും ദർശനത്തിന് അവസരമൊരുക്കും. റസാവി ഖൊറാസാൻ പ്രവിശ്യയിലെ ഖമേനിയുടെ ജന്മനാട്ടിലാണ് ഖബറടക്കം നടത്തുക. ഈ സാഹചര്യത്തിൽ മുജ്തബ ഖമേനിയുടെ അസാന്നിധ്യം ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങൾക്ക് വഴിവെക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു നേതാവ് എവിടെയാണ്? എന്തുകൊണ്ടാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഒരു വീഡിയോ സന്ദേശം പോലും പുറത്തു വരാത്തത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കാത്തതിനാലാണ് അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നത്. ഇത് വ്യക്തിപരമായ ഒരു വിഷയമല്ല, പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന വിഷയമാണ്. ഇറാന്റെ സൈനിക, ആണവ, പ്രാദേശിക നയങ്ങളുടെ അന്തിമ തീരുമാനാധികാരം പരമോന്നത നേതാവിനാണ്. അത്തരമൊരു പദവിയിലുള്ള വ്യക്തിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഉന്നയിക്കുന്നതും പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. സമീപകാല സംഘർഷങ്ങളും ലക്ഷ്യമിട്ട ആക്രമണങ്ങളും കണക്കിലെടുത്ത് പരമോന്നത നേതാവിന് അതീവ സുരക്ഷ നൽകുന്നത് സ്വാഭാവികമായ നടപടിയാകാം. എന്നിരുന്നാലും ഔദ്യോഗിക വിവരങ്ങളുടെ അഭാവം ഊഹാപോഹങ്ങൾക്ക് ഇടവരുത്തുന്നു എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ മുജ്തബ ഖമേനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇറാൻ എന്ത് വിശദീകരണം നൽകുന്നു? അധികാര കേന്ദ്രത്തിൽ നിന്ന് എന്തെല്ലാം ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നു എന്നതാകും ലോകം ഇനി ഉറ്റുനോക്കുന്നത്. കാരണം ഇന്ന് ഇറാനിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരാളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ മാത്രമല്ല, പശ്ചിമേഷ്യയുടെ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയുന്ന അധികാരത്തിന്റെ വ്യക്തതയും രാഷ്ട്രീയ സ്ഥിരതയുമാണ്.